ആരെയും പരിഹസിക്കരുത്. പരിഹാസിയുടെ ബന്ധനം വർദ്ധിക്കുമെന്ന. നീ അബ്രഹാമിൻ്റെ സന്തതിയാ, നീ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടതാ. പല അനുഗ്രഹങ്ങളും തടസ്സപ്പെട്ട് കിടക്കുന്ന പല വഴികളിലൂടെ പോകുന്നത് കൊണ്ടാണ്. ആക്ച്വലി കോളിംഗ് എന്താണെന്നറിയാമോ? അനുഗ്രഹം അനുഭവിക്കാൻ തന്നെയാണ്. നീ ലോകത്തിൻ്റെ വഴിയിൽ അനുഗ്രഹം അനുഭവിക്കാൻ നോക്കുന്നത് എന്തിനാ? നീ എന്തിനാ അങ്ങനെ നോക്കുന്നത്? നീ എന്തിനാ പാപികളുടെ വഴിയിൽ നിൽക്കുന്നത്? നീ എന്തിനാ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നത്? അപ്പം ഞാൻ പറയും, എനിക്ക് പഴയ ക്ലബ്ബൊന്നുമില്ല. ക്ലബ്ബ് വേണ്ടല്ലോ, ഇപ്പം ഫേസ്ബുക്ക് പോരെ. ഇതിൻ്റെ മുമ്പിലോട്ട് ഇരുന്ന് കഴിയുമ്പോൾ ഇഷ്ടം പോലെ കൂട്ടുകാരെ കിട്ടുകയല്ലേ, എന്നിട്ട് കൂടെ ഇരുന്ന് കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതെല്ലാം നിന്റെ നന്മയെ തടയുക. വിടേണ്ടതിനെ വിടണം. നിൽക്കേണ്ടാത്തടത്ത് നീ നിൽക്കരുത്, ഇരിക്കേണ്ടാത്തടത്ത് നീ ഇരിക്കരുത്, നടക്കേണ്ടാത്ത വഴിയെ നീ നടക്കരുത്. അപ്പോൾ നമ്മൾ പറയും, ഞാൻ വേറെ എങ്ങും പോകുന്നില്ല, ഞാൻ ബോംബെക്ക് പോകുന്നില്ല, ഞാൻ ബാംഗ്ലൂരിന് പോകുന്നില്ല, എങ്ങും പോകുന്നില്ല. അവിടെ അല്ല പോകുന്നത്. നിന്റെ മനസ്സുകൊണ്ട് പോലും നീ അതിലേക്ക് പോകരുത്. ദൈവം പാപികളോട് അകന്നിരിക്കുന്നു. അപ്പോൾ ഇവൻ പാപിയുടെ വഴിയിൽ പോകത്തില്ല. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇവൻ്റെ ഒരു പരിപാടിയുണ്ട്. ആരെങ്കിലും ഒക്കെ ഇരുന്ന് വർത്താനം പറയുന്നത് നടുവ് ഇവൻ പോയി ഇരിക്കത്തില്ല. ഇവൻ ആ സമയം പ്രാർത്ഥിക്കും. ഇവൻ ഈ സമയം ടി വിയും കണ്ടു, വാട്സപ്പ് നോക്കി, ഫേസ്ബുക്ക് നോക്കി, വെല്ലോൻ്റെ കഥയും കണ്ടുകൊണ്ടിരിക്കത്തില്ല. അവൻ പറയും, എനിക്ക് വേറെ പരിപാടിയുണ്ട് കുഞ്ഞേ, എനിക്ക് പ്രാർത്ഥിക്കാനുണ്ട്, എനിക്ക് ആരാധിക്കാനുണ്ട്, എനിക്ക് ദൈവവചനം ധ്യാനിക്കാനുണ്ട്, എനിക്ക് ദൈവത്തെ സ്തുതിക്കാനുണ്ട്, എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനുണ്ട്. കാരണം എൻ്റെ മേലുള്ളത് ഫേവറാണെന്ന് പറ. ആ ഫേവർ വർദ്ധിക്കണമെങ്കിൽ നീ അവനോടുള്ള പറ്റിയിരുന്നോണം.